നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ അവനെ ഏറ്റവും കൂടുതൽ അലട്ടുകയും വേട്ടയാടുകയും ചെയ്യുന്ന ഒരു വലിയ നിഗൂഢതയുണ്ട്. അത് മരണമാണ്. ശാസ്ത്രം പ്രപഞ്ചത്തിന്റെ അതിരുകൾ വരെ ചെന്ന് നിരീക്ഷിക്കുകയും ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുമ്പോഴും ജീവിതത്തിന്റെ അവസാന ബിന്ദുവിൽ എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ ഇപ്പോഴും പൂർണ്ണമായ ഒരു ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. മരണം എന്നത് തികഞ്ഞ ഒരു ശൂന്യതയാണോ, അതോ നാം ഇതുവരെ കാണാത്ത മറ്റൊരു ലോകത്തേക്കുള്ള വാതിലോ എന്ന കാര്യത്തിൽ കാലാകാലങ്ങളായി തത്വചിന്തകർക്കും ശാസ്ത്രജ്ഞർക്കും ആത്മീയവാദികൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ മരണം ഒരു വലിയ വേർപാടാണ്. എന്നാൽ വൈദ്യശാസ്ത്രത്തിന് അതൊരു ശാരീരിക പ്രവർത്തനത്തിൻ്റെ അവസാനവും ആത്മീയതയ്ക്ക് അതൊരു പുതിയ തുടക്കവുമാണ്. മരണത്തെക്കുറിച്ചുള്ള അടങ്ങാത്ത ഭയവും കൗതുകവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ തൻ്റെ ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനും ഓരോ നിമിഷവും അർത്ഥപൂർണമാക്കാനും പ്രേരിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ നാശത്തിനപ്പുറം മനുഷ്യൻ്റെ ബോധം എവിടേക്ക് പോകുന്നു എന്ന ചോദ്യം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമസ്യയായി തുടരുമ്പോഴാണ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മനുഷ്യൻ കാണുന്ന വിസ്മയകരമായ സ്വപ്നങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ശാസ്ത്രലോകം കൂടുതൽ വ്യക്തമായി പഠനങ്ങളുമായി മുന്നോട്ട് വരുന്നത്. മരണത്തോടടുക്കുന്ന സമയത്ത് മനുഷ്യർ കാണുന്ന സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക അർത്ഥങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയാണ് ഇറ്റലിയിലെ അസീൻഡ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ വിപുലമായ ഒരു പഠനം നടത്തിയത്. മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന രോഗികളെ പരിചരിക്കുന്ന 200-ലധികം ആരോഗ്യ പ്രവർത്തകർക്കിടയിലാണ് എലീസ റാബിറ്റി എന്ന ഗവേഷകയുടെ നേതൃത്വത്തിൽ ഈ സർവേ നടന്നത്. ഡെത്ത് സ്റ്റഡീസ് എന്ന പ്രശസ്തമായ മെഡിക്കൽ ജേണലിൽ ഈ പഠനത്തിൻ്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മരണാസന്നരായ രോഗികൾ കാണുന്ന സ്വപ്നങ്ങൾ വെറും വിഭ്രാന്തികളല്ലെന്നും അവയ്ക്ക് തികച്ചും വ്യക്തമായ ചില പാറ്റേണുകൾ ഉണ്ടെന്നുമാണ് ഈ പഠനം വ്യക്തമാക്കുന്നത്. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ സ്വപ്നത്തിൽ കാണുന്നതാണ് ഇതിലേറ്റവും സാധാരണമായ രീതി. മരണക്കിടക്കയിലുള്ള ഒരു രോഗി മരണപ്പെട്ടുപോയ തൻ്റെ ഭർത്താവ് തനിക്കായി കാത്തിരിക്കുന്നു എന്ന് പറയുന്നതായി സ്വപ്നം കണ്ടത് ഇതിനൊരു ഉദാഹരണമാണ്. ഭയപ്പെടുത്തുന്ന ഒരന്ത്യത്തിന് പകരം സമാധാനത്തോടെയും സന്തോഷത്തോടെയും മരണത്തെ സ്വീകരിക്കാൻ ഇത്തരം സ്വപ്നങ്ങൾ രോഗികളെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നത്. മരണാസന്നരായ വ്യക്തികളുടെ സ്വപ്നങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന മറ്റ് ചില സവിശേഷതകളുണ്ട്. തുറന്നിട്ട വാതിലുകൾ, മുകളിലേക്ക് പോകുന്ന ഗോവണികൾ, പ്രകാശം നിറഞ്ഞ ഇടങ്ങൾ എന്നിവ പലരുടെയും സ്വപ്നങ്ങളിൽ ആവർത്തിച്ചു വരാറുണ്ട്. വലിയൊരു വെളിച്ചം നിറഞ്ഞ വാതിലിലേക്ക് താൻ ചെരുപ്പിടാതെ നടന്ന് കയറിപ്പോകുന്നതായി ഒരു രോഗി തൻ്റെ അനുഭവമായി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കടൽ തീരത്തുകൂടി ഓടുന്ന വെള്ളക്കുതിരയെപ്പോലെ അതീവ ശാന്തവും മനോഹരവുമായ ദൃശ്യങ്ങളും പലരും കാണാറുണ്ട്. എന്നാൽ എല്ലാവരിലും ഈ സ്വപ്നങ്ങൾ തികച്ചും സമാധാനപരമായിരിക്കണമെന്നില്ല. ചിലർക്ക് അത്യന്തം ഭയാനകമായ ദർശനങ്ങളും ഉണ്ടാകാറുണ്ട്. ജീവിതത്തിൽ പരിഹരിക്കാനാകാത്ത മാനസിക സംഘർഷങ്ങളോ പ്രിയപ്പെട്ടവരെ വിട്ടുപോകാനുള്ള കടുത്ത ഭയമോ ആണ് ഇത്തരം ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾക്ക് പിന്നിലെന്ന് ഗവേഷകർ വിലയിരുത്തുന്നു. മരണത്തെക്കുറിച്ചുള്ള ഭയം നേരിട്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ആശ്വാസം നൽകാൻ ഇത്തരം സ്വപ്നങ്ങൾക്ക് കഴിയും. ഇത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം സമ്മർദ്ദത്തിലായ മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രതിരോധ തന്ത്രമാണ്. യുക്തിസഹമായ ഭാഷയ്ക്ക് വിവരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും അടയാളങ്ങളിലൂടെ അവർ അനുഭവിക്കുകയും അതിലൂടെ തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പരിഹസിക്കപ്പെടുമെന്നോ മറ്റുള്ളവർ തനിക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് കരുതുമോ എന്നൊക്കെ ഭയന്ന് പല രോഗികളും ഈ ദർശനങ്ങൾ പുറത്തു പറയാറില്ലെങ്കിലും ഇവ നൽകുന്ന ആത്മീയമായ കരുത്ത് വളരെ വലുതാണ്. മരണത്തിന് തൊട്ടുമുമ്പുള്ള സ്വപ്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മരണത്തിൻ്റെ പടിവാതിക്കലെത്തി ജീവിതത്തിലേക്ക് തിരികെ വരുന്നവരുടെ അനുഭവങ്ങളും ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയാണ്. ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പും ശ്വസനവും പൂർണ്ണമായും നിലയ്ക്കുമ്പോഴാണ് വൈദ്യശാസ്ത്രം ക്ലിനിക്കൽ മരണം സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ആ നിമിഷം തന്നെ എല്ലാം അവസാനിക്കുന്നില്ല എന്നതാണ് ജീവശാസ്ത്രപരമായ സത്യം. തലച്ചോറിലെ കോശങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കാതെ അവ പൂർണ്ണമായും പ്രവർത്തനരഹിതമാകാൻ വീണ്ടും മിനിറ്റുകളെടുക്കും. ഈ ചെറിയ ഇടവേളയിലാണ് പലർക്കും വിവരിക്കാനാവാത്ത മരണാസന്ന അനുഭവങ്ങൾ അഥവാ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. സ്പെയിനിലെ സാമൂഹിക ശാസ്ത്രജ്ഞയായ ടെസ്റ്റ റൊമോറോയുടെ അനുഭവം ഇതിന് മികച്ചൊരുദാഹരണമാണ്. പെട്ടെന്നുണ്ടായ ശാരീരിക അസ്വാസ്ഥ്യത്താൽ കുഴഞ്ഞു വീണ അവർ ഏകദേശം 24 മിനിറ്റോളമാണ് ക്ലിനിക്കലി മരിച്ച അവസ്ഥയിലായിരുന്നത്. ഡോക്ടർമാർ പോലും പരാജയപ്പെട്ടെന്ന് കരുതിയ അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അവർ പറഞ്ഞത് മരണമെന്നത് ഒട്ടും ഭയപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് അഗാധമായ സമാധാനം നൽകുന്ന ഒന്നാണെന്നാണ്. ശരീരം തറയിൽ കിടക്കുമ്പോൾ താൻ വായുവിൽ പൊങ്ങിക്കിടക്കുകയാണെന്നും തൻ്റെ തന്നെ നിർജീവമായ ശരീരത്തെ മുകളിൽ നിന്ന് നോക്കി കാണുകയായിരുന്നുവെന്നും അവർ പറയുന്നു. അവിടെ ഭൗതികമായ ഒരു ശരീരമില്ലെങ്കിലും തികഞ്ഞ ബോധമുണ്ടായിരുന്നു.
മരണത്തോടടുത്ത അവസ്ഥയിൽ സമയം എന്നത് അപ്രത്യക്ഷമാകുന്നതായി അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകത്ത് സമയം കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ മരണത്തിൻ്റെ അവസ്ഥയിൽ അത് നിശ്ചലമാകുന്നു. അമേരിക്കയിലെ പാസ്റ്റർ നോർമ എഡ്വേർഡിൻ്റെ ജീവിതം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. തൻ്റെ ജീവിതത്തിൽ 3 തവണ മരണത്തെ നേരിട്ട് കണ്ട് തിരികെ വന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. ആദ്യമായി ഹൃദയാഘാതമുണ്ടായപ്പോൾ ഒരു ഇരുണ്ട തുരങ്കത്തിലൂടെ അതിവേഗം സഞ്ചരിച്ചതായും അതിനപ്പുറം വലിയൊരു പ്രകാശ ലോകം കണ്ടതായും അവർ ഓർക്കുന്നു. അവിടെ വെച്ച് തൻ്റെ ജീവിതം ഒരു വലിയ സ്ക്രീനിൽ കാണിച്ചുവെന്നും താൻ നയിച്ച യഥാർത്ഥ ജീവിതവും ആ ജീവിതം കൊണ്ട് ലോകത്തുണ്ടായ മാറ്റങ്ങളും അവർക്ക് കാണാൻ കഴിഞ്ഞുവെന്നും പറയുന്നു. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ജീവിതം എന്തായിരുന്നുവെന്ന തിരിച്ചറിവും അവിടെ വച്ചുണ്ടായി. ദൗത്യം പൂർത്തിയായിട്ടില്ല എന്ന സന്ദേശത്തോടൊപ്പം മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ അവിടെ കണ്ടതായും അവർ വിവരിക്കുന്നു. എന്നാൽ തിരികെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതികഠിനമായ വേദനയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഒരു വലിയ ഗാലക്സിയെ മുഴുവൻ ഒരു ചെറിയ ചായക്കപ്പിലേക്ക് അമർത്തി ഒതുക്കിയതുപോലെയുള്ള കടുത്ത സമ്മർദ്ദമാണ് ആ നിമിഷം തനിക്ക് തോന്നിയതെന്ന് അവർ വ്യക്തമാക്കുന്നു. ഇത്തരം മരണാസന്ന അനുഭവങ്ങളെ ഭൗതികവാദപരമായ ശാസ്ത്രലോകം കാണുന്നത് തലച്ചോറിൻ്റെ രാസമാറ്റങ്ങളായാണ്. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹവും ഓക്സിജനും കുറയുകയും ഇത് കടുത്ത വിഭ്രാന്തികൾക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രീയ വിശദീകരണം. കൂടാതെ DMT പോലെയുള്ള രാസവസ്തുക്കളുടെ അമിതമായ ശ്രവണം ഇത്തരം ദൃശ്യങ്ങൾ കാണാൻ തലച്ചോറിനെ പ്രേരിപ്പിക്കുന്നു. ഒരു തുരങ്കം കാണുന്നതും അതിനപ്പുറം പ്രകാശം ദർശിക്കുന്നതുമെല്ലാം തലച്ചോറിലെ ദൃശ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം പ്രവർത്തനരഹിതമാകുന്നതിൻ്റെ ലക്ഷണമാണെന്നും ശാസ്ത്രം വാദിക്കുന്നു. എന്നാൽ ആത്മീയവാദികൾ ഇതിനെ തികച്ചും വ്യത്യസ്തമായാണ് കാണുന്നത്. ഊർജ്ജതന്ത്രത്തിലെ അടിസ്ഥാന നിയമപ്രകാരം ഊർജത്തെ നശിപ്പിക്കാൻ കഴിയില്ല. അതൊരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയാണ്. മനുഷ്യൻ്റെ ബോധമനസ്സ് അത്തരമൊരു ഊർജമാണെങ്കിൽ അത് ശരീരത്തിൻ്റെ നാശത്തിന് ശേഷവും നിലനിൽക്കുമെന്നും മറ്റൊരു തലത്തിലേക്ക് മാറുമെന്നും അവർ വിശ്വസിക്കുന്നു. ശരീരത്തിന് പുറത്തുനിന്ന് സ്വന്തം രൂപം കണ്ടുവെന്ന കൃത്യമായ വിവരണങ്ങൾക്ക് മുന്നിൽ നിലവിലെ ശാസ്ത്രത്തിന് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ അനുഭവങ്ങളും പഠനങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു കാര്യത്തിലേക്കാണ്. ജീവിതമെന്നത് നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ വലിയൊരു സമസ്യയാണ്. മരണമെന്നത് ഒരിരുണ്ട ഗുഹയല്ലെന്നും പ്രകാശപൂരിതമായ മറ്റൊരു ലോകത്തിൻ്റെ തുടക്കമാകാൻ സാധ്യതയുണ്ടെന്നും ഈ അനുഭവങ്ങൾ നമ്മോട് പറയുന്നു. മരണമെന്ന യാഥാർത്ഥ്യത്തെ ഭയത്തോടെ മാത്രം നോക്കിക്കാണുന്ന മനുഷ്യർക്ക് അതൊരഗാധമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടമാണെന്ന അറിവ് വലിയ ആശ്വാസമാണ് നൽകുന്നത്. മരണം ഒരവസാനമല്ല, മറിച്ച് പരിവർത്തനമാണെന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവത്തിലും മാറ്റമുണ്ടാകണം. ഈ ഭൂമിയിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും വരും കാലങ്ങളിൽ വിലയിരുത്തപ്പെടുമെന്ന തിരിച്ചറിവ് നമ്മെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാകാൻ സഹായിക്കും. മരണത്തെ അഭിമുഖീകരിക്കാൻ മനുഷ്യ മനസ്സ് സ്വയം തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമാണ് ആ അവസാന നിമിഷങ്ങളിലെ സ്വപ്നങ്ങൾ. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ജീവിതം അർത്ഥവത്താക്കി ചെലവഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മരണം എപ്പോഴെങ്കിലും നമ്മെ തേടിയെത്തുമെന്ന് ഉറപ്പുള്ളപ്പോൾ ഭയത്തോടെയല്ല, മറിച്ച് ജീവിതത്തോടുള്ള വിനയവും സ്നേഹവുമാണ് നാം മനസ്സിൽ നിറയ്ക്കേണ്ടത്. കാരണം അവസാനമുണ്ടെന്ന ഉറപ്പാണ് ഓരോ നിമിഷത്തെയും ഏറ്റവും വിലപ്പെട്ടതാക്കി മാറ്റുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.